BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഈദ് അൽ അദ്ഹയോടനുബന്ധിച്ച് ടൂറിസ്റ്റ് പാസ്പോർട്ട് പുറത്തിറക്കാൻ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി. ബഹ്റൈൻ്റെ മനോഹാരിത ആസ്വദിക്കാനായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ ഗൾഫ് ടൂറിസം തലസ്ഥാനമായി മനാമയെ തിരഞ്ഞെടുത്തിരുന്നു. ഈ അവസരം ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് സംരംഭമെന്ന് BTA CEO സാറ ബുജി പറഞ്ഞു. മനാമ സന്ദർശിക്കാനും അതിൻ്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക നിധികളും പാരമ്പര്യവും ആധുനികതയുമായി സമന്വയിപ്പിക്കുന്ന അതുല്യമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുഭവിക്കാനും വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയാണ്. നറുക്കെടുപ്പിലൂടെ വിലപ്പെട്ട സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും വിനോദസഞ്ചാരികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. വർഷം മുഴുവൻ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി വിനോദസഞ്ചാര മേഖലയിൽ തുടർച്ചയായി നവീകരണം കൊണ്ടുവരാനാണ് BTO ആലോചിക്കുന്നത്. പൈതൃക ലാൻഡ്മാർക്കുകൾ, ബീച്ചുകൾ, വിനോദ ഡൈനിങ് സ്പോട്ടുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയിലുൾപ്പെടെ 18 വൈവിധ്യമാർന്ന ടൂറിസ്റ്റ് സൈറ്റുകളിലേക്ക് ടൂറിസ്റ്റ് പാസ്പോർട്ടുള്ളവർക്ക് പ്രവേശനം സാധ്യമാണ്. കുവൈറ്റിൽ നിരവധി പ്രവാസികളുടെ മരണത്തിന് കാരണമായ വിപത്തിൽ പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ അനുശോചനം രേഖപ്പെടുത്തി. ഓൺലൈനായി നടത്തിയ അനുശോചന യോഗത്തിൽ പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്ത്, ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി സുഷമ ശർമ്മ, ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാർ തുടങ്ങി അനേകം പേർ മീറ്റിംഗിൽ പങ്കെടുത്തു. റോയൽ ഹ്യൂമാനിറ്റേറിയൻ സംഘടിപ്പിച്ച ഹയ്യ ബിയ ആഘോഷത്തിൽ കുട്ടികൾ സന്തോഷത്തോടെ പങ്കെടുത്തു. മറാസി, ബഹ്റൈൻ, ദിയാറുൽ മുഹറഖ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ഹയ്യ ബിയ ഒരുക്കിയത്. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ചാരിറ്റി കാര്യ HR ഡയറക്ടർ ആയ അഹമ്മദ് അസായിദുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. കുവൈറ്റിലെ മംഗഫിലെ നാസർ അൽ ബദ ട്രേഡിംഗ് കമ്പനിയിലുണ്ടായ അത്യാഹിതത്തിൽ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽപ്പെട്ട തിരുവല്ല മേപ്രാൽ തോമസ് ഉമ്മൻ, പന്തളം മുടിയൂർക്കോണം ആകാശസ് നായർ, കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ്, പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റ് PV മുരളീധരൻ നായർ, മല്ലപ്പള്ളി കീഴ്വായ്പൂർ സിബിൻ ടി എബ്രഹാം എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. കമ്പനി അധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തെ സഹായിക്കാനും കുടുംബത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നൽകാൻ തയ്യാറാകണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലെ മരണപ്പെട്ട ആളുകളുടെ വാഹനം OICC ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കലമ്പുറം സന്ദർശിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഹമദ് ടൗണിലെ റൗണ്ട് എബൌട്ട് 6 ടണലിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ സല്ലാക്കിലേക്ക് പോയ കാർ ഇരുമ്പുവേലിയിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബുക്വാറയിൽ ഒരു വീടിന് തീപിടിച്ചത് നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് അറിയുന്നത്. ഇറാഖിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു ബഹ്റൈനി മരണപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണപ്പെട്ടയാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇറാഖിൽ തന്നെ ഖബറടക്കിയതായി ഇറാഖിലെ ബഹ്റൈൻ അംബാസഡർ അറിയിച്ചു. പരിക്കേറ്റവരിൽ 7 പേരുടെ നില ഗുരുതരമല്ലെന്നും അപകടനില തരണം ചെയ്തതായും മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ 8ാമത്തെയാളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറയാനായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. പ്രവാസികളുടെ അനിയന്ത്രിത വിമാനയാത്രാ കൂലിക്ക് പരിഹാരം ആവശ്യപ്പെട്ട പ്രവാസി ലീഗൽ സെൽ പുതിയതായി നിയമിതനായ കേന്ദ്ര വ്യോമയാന മന്ത്രി K. രാമോഹൻ നായിഡുവിനെ നൽകിയ നിവേദനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വിഷയത്തിൽ മുൻപും നിവേദനങ്ങളും കോടതിയിൽ ഹർജികളുമൊക്കെ നൽകിയിരുന്നുവെങ്കിലും വിമാനയാത്രാക്കൂലി വിഷയത്തിൽ സർക്കാർ ഇടപെടില്ലെന്നും വിമാനയാത്രാക്കൂലി കമ്പോള ശക്തികൾ നിർണ്ണയിക്കുമെന്ന നിലപാടാണ് കാലാകാലങ്ങളായി സർക്കാർ എടുത്തുവന്നിരുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാവണമെന്ന ആവശ്യമാണ് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത്. എയർ സേവാ പോർട്ടൽ കൂടുതൽ ശക്തമാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. ബഹ്റൈനും US-നും ഇടയിൽ നേരിട്ട് ഗൾഫ് എയർ സർവീസ് നവംബറിൽ തുടങ്ങുമെന്ന് US അംബാസഡർ സ്റ്റീവൻ സിഗോണ്ടി പറഞ്ഞു. അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻസ് അടുത്തിടെ ബഹ്റൈൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം നേരിട്ടുള്ള സർവീസ് തുടങ്ങാനാണ് തീരുമാനം. നവംബറിലോ ഡിസംബറിലോ നേരിട്ടുള്ള സർവീസ് ആരംഭിക്കും.
മണിപ്പൂർ സംഘർഷം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായാണ് അമിത്ഷാ യോഗം വിളിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തപൻ തേക്ക, സൈനിക മേധാവി ജനറൽ മാനേജർ പണ്ഡൈ, സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്, മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി, DGP രാജീവ് സിംഗ്, അസം റൈഫിൾസ് മേധാവി ചന്ദ്രൻ നായർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി തകരാറിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ബോർഡിംഗ് ചെക്ക് ഇൻ സേവനങ്ങൾ തടസ്സപ്പെട്ടു. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളെ വൈദ്യുതി തടസ്സം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. എയർപോർട്ടിലെ പവർ ഗ്രിഡിലുണ്ടായ തകരാറാണ് വൈദ്യുതി തടസ്സത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. തകരാർ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നാണ് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. വൈദ്യുതി തടസ്സത്തെ തുടർന്ന് ടെർമിനൽ 3 DG യാത്രാ ചെക്ക് ഇൻ കൗണ്ടറുകൾ ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല. എക്സിലൂടെ യാത്രക്കാർ വൈദ്യുതി തടസ്സത്തെക്കുറിച്ച് പരാതി പറഞ്ഞതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. തുടർന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയായിരുന്നു. 3 മിനിറ്റ് മാത്രമാണ് വൈദ്യുതി തടസ്സമുണ്ടായതെന്നും AC ഉൾപ്പെടെയുള്ളവ റീബൂട്ട് ചെയ്ത് പ്രശ്നം പരിഹരിച്ചുവെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. വൈദ്യുതി തടസ്സം മൂലം DG യാത്രാ ചെക്ക് ഇൻ കൗണ്ടറുകളിലും ബാഗേജ് കൗണ്ടറിലും ചില തടസ്സങ്ങളുണ്ടായി. ഇത് പരിഹരിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. ചെറായി ബീച്ചിൽ 2 പേരെ തിരയിൽപ്പെട്ട് കാണാതായി. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ ചെറായി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 11-അംഗ സംഘത്തിലെ 2 പേരെയാണ് തിരയിൽപ്പെട്ട് കാണാതായത്. വാഹിദ് സെഹബാൻ എന്നിവരെയാണ് കാണാതായത്. 4 പേരെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി. വെളിച്ചമില്ലാത്തതിനാൽ ഇന്നലത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചതായും കോസ്റ്റൽ പോലീസ് അറിയിച്ചു. കാണാതായ 2 പേരും UP ബംഗാൾ സ്വദേശികളാണെന്നും അറിയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപത്തിൽ മനംനൊന്ത് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം സർക്കാർ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും ആരോപണമുയർന്നു. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വടകര ഏറാമലയിൽ കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വീട്ടുപുറത്ത് കളിച്ചുകൊണ്ടിരുന്ന 5ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളെ അടക്കം നായ ആക്രമിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഒരു നായ തന്നെയാണ് ഇത്രയും പേരെ ആക്രമിച്ചതെന്നാണ് വിവരം. ആദിയൂർ, തുരുത്തിമുക്ക് എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ വടകര ജില്ലാ ആശുപത്രി, മാഹിയിലെ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവയിൽ പ്രവേശിപ്പിച്ചു. നായയെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. സംസ്ഥാനത്തുടനീളം ജൂൺ മാസം മാത്രം 1 ലക്ഷത്തിലധികം പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജൂൺ 15 വരെ OP സന്ദർശനത്തിൽ 65% വർധനയുണ്ടായി. സംസ്ഥാനത്ത് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് 10 ലക്ഷത്തിലധികം പനി കേസുകളാണ്. ജൂൺ 1 പനി ബാധിച്ചവരുടെ പ്രതിദിന OP സന്ദർശനങ്ങൾ 5533 ആയിരുന്നു. ജൂൺ 15 ഇത് 9102 ഉയർന്നു. ജൂൺ പകുതി വരെ 1,06,176 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന ആശുപത്രി പ്രവേശനം 9% വർദ്ധിച്ചത്. ജൂൺ 1 104 ജൂൺ 15 198. 22 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.